എവരിവൺ, നമ്മുടെ സപ്ലൈ ചെയിൻ ചാലഞ്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിന്റെ 9ാമത്തെ വീഡിയോ ആണ്. ആൻഡ് ഇൻ ടുഡേസ് വീഡിയോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് കപ്പാസിറ്റേറ്റഡ് പ്ലാന്റ് ലൊക്കേഷൻ മോഡൽ. അതായത് നമ്മൾ കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റ് എടുത്തില്ല, അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള n നമ്പർ ഓഫ് പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മളുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാം ഇൻ സച്ച് എ വേ ദാറ്റ് ദ കോസ്റ്റ് വിൽ ബി മിനിമൽ അറ്റ് ദ സെയിം ടൈം വിൽ ബി മീറ്റിംഗ് ദ കസ്റ്റമർ ഡിമാൻഡ്. ഓക്കെ, സോ ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡൽ, മാത്തമാറ്റിക്കൽ മോഡൽ വെൻ ഇറ്റ് കംസ് ടു സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈൻസ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈനിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക് ലെവലിലുള്ള കാര്യങ്ങളാണ് അല്ലേ. അതായത് എവിടെ നമ്മളുടെ പ്ലാന്റ് വേണം, ഏതൊക്കെ പ്ലാന്റിന്റെ കപ്പാസിറ്റി എന്തായിരിക്കണം, അതേപോലെ എവിടെയൊക്കെ നമ്മുടെ വെയർ ഹൗസ് വേണം, എങ്ങനെ നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈനിൽ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ ഈ മോഡലിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ, capacitated plant location model is a mathematical optimization model used in supply chain network design to determine which plants or warehouses to open. ഒന്ന് അതാണ്. രണ്ട്, how much to ship from each plant to each customer. Okay, and then in such a way that the cost can be minimized. അതായത് ഏത് പ്ലാന്റ് ഓപ്പൺ ആയിട്ട് പ്രവർത്തിപ്പിക്കണം, രണ്ടാമത്തേത് എത്ര ക്വാണ്ടിറ്റി, how much quantity should be shipped from each plant to the customer location. Okay, and in such a way that the total cost, overall cost can be minimized at the same time, not exceeding the plant capacity and also meeting the customer demand. അതായത് കസ്റ്റമർ ഡിമാൻഡ് മീറ്റ് ചെയ്തുകൊണ്ട് പ്ലാന്റിന്റെ കപ്പാസിറ്റി എക്സീഡ് ആവാതെ ഏത് രീതിയിൽ നമുക്ക് മിനിമൽ കോസ്റ്റിൽ കസ്റ്റമർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഈ മോഡൽ വഴി നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മോഡലിന്റെ നമ്മൾ പ്രീവിയസ് ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞത് നമ്മളുടെ സപ്ലൈ ചെയിൻ മോഡലിന്റെ മാത്തമാറ്റിക്കൽ മോഡൽസിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിസിഷൻ വേരിയബിൾസ് ഉണ്ട്, കൺസ്ട്രെയിൻസ് ഉണ്ട്, അതുപോലെ സൊല്യൂഷൻ ടൈപ്സ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ സെയിം കാര്യമാണ് നമ്മൾ ഈ മോഡലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിസസ്, അതായത് നമ്മളുടെ ഇൻഡിസസ് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡെക്സ് ഫോർ ഡിമാൻഡ് പോയിന്റ്സ്, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ, എവിടേക്കാണ് നമ്മൾ നമ്മളുടെ പ്രോഡക്ട്സ് എത്തിക്കേണ്ടത്. ആൻഡ് ജെ എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ പ്ലാന്റ് ലൊക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് സപ്ലയർ എന്ന് പറയുമ്പോൾ ഈ കേസിൽ ആരാണ്, നമ്മൾ തന്നെയാണ് അല്ലേ. അതായത് ഒറിജിൻ ഓഫ് ദ പ്രോഡക്റ്റ്. ആൻഡ് ദെൻ ഐ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്, എവിടെയാണ് പ്രോഡക്റ്റ് എത്തേണ്ടത്. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ നമ്മുടെ പാരാമീറ്റേഴ്സ് നോക്കുകയാണ്. ഒന്നാമത്തെ പാരാമീറ്റർ ആണ് എന്ത്, എൻ ഡിനോട്ട് ചെയ്യുന്ന എന്താണ്, നമ്പർ ഓഫ് ഡിമാൻഡ് പോയിന്റ്സ്, അതായത് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി 4, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി 10 സ്റ്റേറ്റ്സ് ആവാം. ആൻഡ് അടുത്തതാണ് എം, നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ പ്ലാന്റ് ലൊക്കേഷൻസ്. അതിപ്പം ഒന്നുകിൽ പൊട്ടൻഷ്യൽ പ്ലാന്റ് ലൊക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്ലാന്റ്സ് ആവാം. ആൻഡ് മൂന്നാമത്തേതാണ് ഡിമാൻഡ്, ഡി ഐ എന്ന് ഞാൻ പറഞ്ഞ എന്താണ്, കസ്റ്റമർ ലൊക്കേഷൻസ് ആണല്ലേ. അപ്പം ഡി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ കസ്റ്റമർ ഡിമാൻഡ്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ലൈക്ക് സേ ഡി കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, ഡിമാൻഡ് ഫ്രം കൊച്ചി, അല്ലെങ്കിൽ ഡി ആൻഡ് സ്മോൾ ലെറ്റർ ഡി എന്തായിരിക്കാം, ഡിമാൻഡ് ഫ്രം ഡൽഹി. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇൻ ദാറ്റ് വേ. അടുത്ത എന്താണ്, ക്യാപ് ജെ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് പ്ലാൻ ജെ. ഇറ്റ് ക്യാൻ ബി ക്യാപ് എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കപ്പാസിറ്റി ഓഫ് പ്ലാൻ ഇൻ ഹൈദരാബാദ്. ഓക്കെ, ആൻഡ് ദെൻ എഫ് ജെ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് ടു ഓപ്പറേറ്റ് ദ പ്ലാന്റ്. ഓക്കെ, ആൻഡ് ദെൻ സി ഐ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് ഷിപ്പിംഗ് 1 യൂണിറ്റ് ഫ്രം പ്ലാന്റ് ജെ ടു കസ്റ്റമർ ഐ. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇൻ ടേംസ് ഓഫ് ഐ ഓർ ജെ ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഐ എന്താണ് ജെ എന്താണെന്ന് പറയാൻ കാരണം. ആൻഡ് ദെൻ അടുത്തത് നമ്മൾ നോക്കാം. അപ്പം ഈ ഒരു പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് കസ്റ്റമർ ലൊക്കേഷൻസ്, നമ്പർ ഓഫ് പ്ലാന്റ്സ്, ടോട്ടൽ ഡിമാൻഡ്, കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ്, ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്, ബിക്കോസ് നമ്മൾ ഈ പ്ലാന്റ് പണിത് കഴിഞ്ഞിട്ടല്ല ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഇത് നമ്മൾ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പെയാണ് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഇട്ടിട്ട് ചെയ്യുന്ന കാൽക്കുലേഷൻ ആണ്. ദെൻ അടുത്ത എന്താണ്, യൂണിറ്റ് കോസ്റ്റ്. ഒരു പ്ലാന്റിൽ നിന്ന് ഒരു കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ ഓവറോൾ യൂണിറ്റ് കോസ്റ്റ് എത്രയാവും. അത് ഇറ്റ് ക്യാൻ ബി പ്രൊഡക്ഷൻ കോസ്റ്റ് ആവാം, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ അതിന്റെ സം ആവാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എടുക്കാം നമുക്ക്. ഓക്കെ, ആൻഡ് ദെൻ അടുത്തതാണ് ഡിസിഷൻ വേരിയബിൾസ്. നമ്മൾ ഡിസിഷൻ വേരിയബിൾസിലേക്ക് വരുമ്പോൾ എക്സ് ഐ ജെ, ഐ എന്താണ് കസ്റ്റമർ, ജെ എന്താണ് പ്ലാന്റ്. അപ്പോൾ എക്സ് ഐ ജെ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഷിഫ്റ്റ് ഫ്രം പ്ലാന്റ് ജെ ടു കസ്റ്റമർ ഐ. ഓക്കെ, അത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അതായത് നമുക്ക് 0 ക്വാണ്ടിറ്റി ഒരിക്കലും കസ്റ്റമറുടെ അടുക്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. ആൻഡ് അടുത്തതാണ് വൈ ജെ. വൈ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്,
അത് ബൈനറിയാണ്. ബൈനറി എന്താണ്? 0 or 1. സോ അപ്പം 0 or 1 എന്ന് പറയുമ്പോൾ yj equal to 1 if plant is opened, otherwise 0. ഓക്കെ. സോ ഈ j എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ i എന്ന് പറയുന്നത് കസ്റ്റമർ ലൊക്കേഷൻ അനുസരിച്ച് മാറാം. ഇപ്പം നമുക്ക് 4 കസ്റ്റമർ ലൊക്കേഷൻ ഉണ്ട്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് എന്നാകുമ്പോൾ നമുക്ക് എന്താവാം? ഐക്ക് പകരം ഇ ആവാം, എൻ ആവാം, ഡബ്ല്യു ആവാം, എസ് ആവാം. ഓക്കെ. അതേപോലെ ജെയ്ക്ക് നമുക്ക് പറയാണ് കൊച്ചിയിൽ നമുക്കൊരു പ്ലാന്റ് ഉണ്ട്, ഹൈദരാബാദിൽ നമുക്കൊരു പ്ലാന്റ് ഉണ്ട്. അപ്പം ജെയ്ക്ക് പകരം എന്തൊക്കെയാവാം? കെ ആവാം, അതേപോലെ എച്ച് ആവാം. ഓക്കെ. ദെൻ അടുത്തത് നാലാമത്തെ നമ്മൾ നോക്കുകയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ്. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്താണ് ഈ കേസിൽ? പ്രൊഡക്ഷന് ഒരു കോസ്റ്റ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കോസ്റ്റ് ഉണ്ട്, അതേപോലെ നമ്മളുടെ ഫെസിലിറ്റിക്ക് ഒരു കോസ്റ്റ് ഉണ്ട്. ഫെസിലിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റണ്ണിങ് കോസ്റ്റ് ഓർ ഇറ്റ് ക്യാൻ ബി കൺസ്ട്രക്ഷൻ കോസ്റ്റ്. നമ്മൾ ഈ കേസിൽ എടുക്കുന്നത് എന്താണ്? കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ്. ഓക്കെ. അപ്പം നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാത്തമാറ്റിക്കൽ മോഡലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും j ഈക്വൽ ടു 1 to n. അതായത് പ്ലാൻ നമ്പർ 1 തൊട്ട് എത്ര പ്ലാന്റ് ഉണ്ടോ അതിന് എല്ലാത്തിനും fj എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇതിൽ പറഞ്ഞു എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു yj എന്താണ്? yj ഈക്വൽ ടു 1 ഇഫ് ദ പ്ലാന്റ് ഈസ് ഓപ്പൺ. അതായത് ഒരു പ്ലാന്റ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫിക്സ്ഡ് കോസ്റ്റ്, അങ്ങനെയുള്ള എത്ര പ്ലാന്റ് ഉണ്ടോ അതിന്റെ എല്ലാത്തിൻ്റെയോടെ നമ്മൾ സം ചെയ്യണം. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. അതായത് ഇത് മോർ ഓഫ് ലൈക്ക് എ ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പം ഈ രണ്ടാമത്തെ ടേം എന്തായിരിക്കും? അത് വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. അതെങ്ങനെയാണ് വായിക്കുന്നത്? നമുക്ക് CIJ നമ്മൾ എന്ത് പറഞ്ഞു? യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് ഷിപ്പിംഗ്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് കസ്റ്റമറിൽ എത്തിക്കുന്നതിനുള്ള യൂണിറ്റ് കോസ്റ്റ് ആണ് നമ്മൾ CIJ എന്ന് പറയുന്നത്. XIJ എന്താണ്? ക്വാണ്ടിറ്റി, അതായത് നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ഷിപ്പ്. അപ്പം ഒരു കോസ്റ്റ് ഒരെണ്ണത്തിന് 5 രൂപയാവും ആകുമെങ്കിൽ അതേപോലെ 100 എണ്ണം നമ്മൾ ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും ഇവിടെ? 5 × 100 ആയിരിക്കും. ഗെറ്റിംഗ് ഇറ്റ്? അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ j ഈക്വൽ ടു 1 to m എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്ലാന്റും കൺസിഡർ ചെയ്യുകയാണ്. j ഈക്വൽ ടു 1 2 3 വിച്ച് മീൻസ് നമുക്ക് 3 പ്ലാന്റ്സ് ഉണ്ട്. m ഈക്വൽ ടു 3 ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ പ്ലാന്റ് ലൊക്കേഷൻസ്. അപ്പം m ഈക്വൽ ടു 3 ആണെന്നിരിക്കട്ടെ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഒന്നാമത്തെ പ്ലാന്റിന്റെ ഈ വേരിയബിൾ കോസ്റ്റ് നോക്കണം, രണ്ടാമത്തെ പ്ലാന്റിന്റെ നോക്കണം, ആൻഡ് മൂന്നാമത്തെ പ്ലാന്റിന്റെ നോക്കണം. സെയിം ആപ്ലിക്കബിൾ ടു ദ കസ്റ്റമർ ലൊക്കേഷൻസ് ഓൾസോ. ഒന്നാമത്തെ കസ്റ്റമർ ലിസ്റ്റ് നമുക്ക് n ഈക്വൽ ടു 2 ആണെന്നിരിക്കട്ടെ. അപ്പം i ഈക്വൽ ടു 1 to 1 ഉണ്ട്, i ഈക്വൽ ടു 1 to 2 ഉണ്ട് അല്ലേ? നമ്മൾ ആ രണ്ട് കസ്റ്റമർ ലൊക്കേഷൻ്റെ നോക്കണം. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മളുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സപ്ലൈ ചെയിൻ കോസ്റ്റ് കിട്ടും. ആ ടോട്ടൽ സപ്ലൈ ചെയിൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ. ആൻഡ് നമുക്ക് കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. കൺസ്ട്രെയിൻസ് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു. കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ എന്താണ്? റിയൽ വേൾഡ് റെസ്ട്രിക്ഷൻസ്. അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈച്ച് കസ്റ്റമർ ഡിമാൻഡ് ഷുഡ് ബി ഫുള്ളി മെറ്റ് അല്ലെങ്കിൽ മസ്റ്റ് ബി ഫുള്ളി മെറ്റ്. അപ്പം നമ്മൾ പറയുകയാണ് എന്താണ്? XIJ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെസിഷൻ വേരിയബിൾ ആണ്. ക്വാണ്ടിറ്റി ഷിപ്പ് ഫ്രം പ്ലാൻ J ടു കസ്റ്റമർ ലൊക്കേഷൻ I. അതായത് ഷിപ്പ് ചെയ്ത ക്വാണ്ടിറ്റി ഷുഡ് ബി ഈക്വൽ ടു ഡിമാൻഡ് അല്ലേ? അതായത് നമുക്ക് ഡൽഹിയിൽ നിന്ന് ഒരു 500 ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഷിപ്പ് ചെയ്ത ക്വാണ്ടിറ്റി എല്ലാം കൂടി, അതായത് ഡൽഹിയിലേക്ക് നമ്മൾ ഷിപ്പ് ചെയ്ത പല ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, പല പ്ലാന്റിൽ നിന്ന് ആയിക്കോട്ടെ, പ്ലാന്റ് 1ൽ നിന്ന് 100, പ്ലാന്റ് 2ൽ നിന്ന് 200 ആൻഡ് പ്ലാന്റ് 3ൽ നിന്നും 200 നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാണ്. ഇപ്പോൾ ടോട്ടൽ എത്ര ആയി? 500 ആയി അല്ലേ? അപ്പം ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെല്ലാം കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ മെറ്റ് ചെയ്തിരിക്കണം. ഇതാണ് ഒരു കൺസ്ട്രെയിന്റ്. രണ്ടാമത്തേതാണ് എന്ത്? കപ്പാസിറ്റി. ഇത് പറയുന്നത് എന്താണ്? കപ്പാസിറ്റിക്ക് മുകളിൽ നമുക്കൊരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റിക്ക് മുകളിൽ ഒരിക്കലും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്നതെല്ലാം ഒരു മാസത്തേതാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് പ്ലാന്റ് J ഇഫ് ദാറ്റ് പ്ലാന്റ് ഈസ് സെലക്ടഡ്. y എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി ആണെന്ന് പറഞ്ഞല്ലേ? ഇവിടെ നമുക്കുണ്ട് y എന്ന് പറഞ്ഞാൽ ബൈനറി ആണ്. സോ ഇഫ് പ്ലാന്റ് y ഈസ് ഓപ്പൺ അല്ലെങ്കിൽ ഇഫ് പ്ലാന്റ് J ഈസ് ഓപ്പൺ, അതിന്റെ കപ്പാസിറ്റിയെക്കാട്ടിലും കുറവായിരിക്കണം എന്ത്? നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. വിച്ച് ഈസ് ആപ്ലിക്കബിൾ ഫോർ i ഈക്വൽ ടു 1 to m എല്ലാ കസ്റ്റമർ ലൊക്കേഷനിലേക്കും. നമുക്കൊരു പ്ലാന്റ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ പല കസ്റ്റമർ ലൊക്കേഷനിലേക്ക് കാര്യങ്ങൾ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രാൻസ്പോർട്ട് ചെയ്ത ക്വാണ്ടിറ്റി എല്ലാം കൂടി എടുത്താൽ
പ്ലാന്റിന്റെ കപ്പാസിറ്റിയെക്കാട്ടിലും കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം. ഓക്കെ. ആൻഡ് മൂന്നാമത്തേതാണ് XIJ, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് ചെയ്ത ക്വാണ്ടിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതേപോലെ തന്നെ YJ, അതൊന്നുകിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ 1 ആയിരിക്കണം. ഒന്നുകിൽ പ്ലാന്റ് ക്ലോസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ പ്ലാന്റ് ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മളുടെ മോഡലിന്റെ ഫണ്ടമെന്റൽസ്, അതായത് ബേസ്മെന്റ്. അതായത് ഇനി ഈ ബേസ്മെന്റിനെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ഈ മോഡൽ വെച്ച് സോൾവ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ. ഇനി നമ്മൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാൻ പോവുകയാണ്. ഒരു സാമ്പിൾ പ്രോബ്ലം ഞാൻ തരികയാണ്. നമ്മുടെ GRIDന്റെ എക്സാമ്പിൾ തന്നെ നമ്മൾ അഗെയിൻ എടുക്കുകയാണ്. GRID is an electric scooter manufacturer that provides 2 potential production plants. One located in Telangana, say plant 1. Another one is in Pune, say plant 2. The company supplies scooters to customers market locations in Delhi, Kochi. So അപ്പോൾ നമുക്ക് രണ്ട് കസ്റ്റമർ ലൊക്കേഷൻസ് ആയി ഏതൊക്കെയാണ്? ഡൽഹി ആയി, കൊച്ചി ആയി. Each plant has a limited production capacity and fixed opening cost. അതായത് നമ്മളിപ്പോൾ ഇത് അസ്യൂം ചെയ്യാണ്. ഓക്കെ. ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ പറയുകയാണെന്ത്, ഇങ്ങനെ ആണെങ്കിൽ എൻ്റെ കോസ്റ്റ് എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ദെൻ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫ്രം ഈച്ച് പ്ലാന്റ് ടു ഈച്ച് കസ്റ്റമർ മാർക്കറ്റ് ആർ നോൺ. GRID മസ്റ്റ് ഡിസൈഡ് വിച്ച് പ്ലാന്റ് ടു ഓപ്പറേറ്റ്, എവിടെ പ്ലാന്റ് തുടങ്ങണം അല്ലെങ്കിൽ ഏത് പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യണം. ആൻഡ് ഹൗ ടു അലോക്കേറ്റ് കസ്റ്റമർ ഡിമാൻഡ്സ് ടു ദ ഓപ്പൺ പ്ലാന്റ്, എങ്ങനെ കസ്റ്റമർ ഡിമാൻഡ് മീറ്റ് ചെയ്യണം. സോ ദാറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ഇറ്റ് ക്യാൻ ബി ബോത്ത് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഈസ് മിനിമൈസ്ഡ് വൈ മീറ്റിംഗ് ദ കസ്റ്റമർ ഡിമാൻഡ്. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, GRIDന് രണ്ട് പ്ലാന്റ് ഉണ്ട്, തെലങ്കാനയിലും പൂനെയിലും. അതേപോലെ തന്നെ രണ്ട് കസ്റ്റമർ ലൊക്കേഷൻ ഉണ്ട്, ഡൽഹിയിലും കൊച്ചിയിലും. ആൻഡ് GRID മസ്റ്റ് ഡിസൈഡ് ഏത് പ്ലാന്റിൽ നിന്ന് ഏത് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പ്രൊഡക്റ്റ് അയച്ചാലാണ് ടോട്ടൽ കോസ്റ്റ് വിൽ ബി മിനിമൽ എന്ന് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻപുട്സ് തന്നിട്ടുണ്ട്. പ്ലാൻ 1 തെലങ്കാനയാണ് ലൊക്കേഷൻ. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1200 ആണ്. ആൻഡ് ദെൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 160 ആണ്. അതായത് ഒരു മാസം 160 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് ആണ് ഈ പൂനെ. ആൻഡ് അതിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 900 ആണ്. അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് പെർ മന്ത് ആണ്. ഓക്കെ. ആൻഡ് മൂന്നാമത്തെ നമുക്ക് കസ്റ്റമർ മാർക്കറ്റ് തന്നിട്ടുണ്ട്. എവിടെയാണ്? ഡൽഹി ഉണ്ട്, കൊച്ചി ഉണ്ട്. C1 C2. ഡിമാൻഡ് തന്നിട്ടുണ്ട് 70 ആൻഡ് 90. ഇപ്പോൾ ടോട്ടൽ ഡിമാൻഡ് എത്രയായിരിക്കും? 70 + 90 160. അതേപോലെ ടോട്ടൽ കപ്പാസിറ്റി എത്രയായിരിക്കും? 260. ഓക്കെ. 160 + 100. ആൻഡ് ദെൻ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോക്കിയാണ്. തെലങ്കാനയിൽ നിന്ന് ഡൽഹിക്ക് വേണമെങ്കിൽ ഒരു യൂണിറ്റ് അയക്കണമെങ്കിൽ എത്ര രൂപ വേണം? 5 rupees വേണം. ആൻഡ് അതേപോലെ തന്നെ തെലങ്കാനയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു യൂണിറ്റ് അയക്കണമെങ്കിൽ 7 rupees വേണം. സെയിം പൂനെയിൽ നിന്ന് ഡൽഹിക്കാണെങ്കിൽ 6 rupees. അതേപോലെ തന്നെ പൂനെയിൽ നിന്ന് കൊച്ചിയിലേക്കാണെങ്കിൽ 4 rupees വേണം. അപ്പം നിങ്ങൾ ഈ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മളൊരു എക്സാമ്പിൾ എടുത്തേക്കുന്നതാണ്. ഓക്കെ. അപ്പം ഒരു പക്ഷെങ്കിൽ ഈ വാല്യൂസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത്ര ചെറിയ വാല്യൂസ് 5 രൂപ 7 രൂപ അതെങ്ങനെ ഫീസിബിൾ ആണോ നിങ്ങൾക്ക് തോന്നാം. ബട്ട് ഇത് ജസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേഷൻ. ഓക്കെ. സോ നമുക്ക് ടോട്ടൽ ഡിമാൻഡ് ഞാൻ പറഞ്ഞു 160 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഇനി നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കുള്ളത് എന്താണ്? രണ്ട് പ്ലാന്റ് ഉണ്ട്, രണ്ട് കസ്റ്റമർ ലൊക്കേഷൻ ഉണ്ട്, രണ്ട് പ്ലാന്റിനും അതിൻ്റെതായ കപ്പാസിറ്റി കൺസ്ട്രെയിന്റ് ഉണ്ട്. അതേപോലെ രണ്ട് കസ്റ്റമർ ലൊക്കേഷനും അതിൻ്റെതായ ഡിമാൻഡ് റിക്വയർമെന്റ് ഉണ്ട്. ആൻഡ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ സൊല്യൂഷൻ നോക്കിയാണ്. നമുക്ക് 3 രീതിയിൽ ഇതിനെ നോക്കാം. ഒന്ന് നമ്മൾ പറയാണ് തെലങ്കാനയിലെ പ്ലാന്റ് മാത്രം നമ്മൾ ഓപ്പൺ ആക്കുന്നുള്ളൂ, എന്നിട്ട് ഈ രണ്ട് സ്ഥലത്തെയും ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത് നമ്മൾ പറയാണ് പൂനെയിലെ പ്ലാന്റ് മാത്രമേ നമ്മൾ ഓപ്പൺ ആക്കുന്നുള്ളൂ, എന്നിട്ട് ഈ രണ്ട് സ്ഥലത്തെയും ഡിമാൻഡ് നമ്മൾ ഡൽഹിയിലെയും കൊച്ചിയിലെയും ഡിമാൻഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് മൂന്നാമത്തേത് നമ്മൾ പറയാണ് നമുക്ക് എന്താണ് 3 ഓപ്ഷൻസ്, രണ്ട് പ്ലാന്റൂടെ നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. ആൻഡ് ആ രണ്ട് പ്ലാന്റിന്റെയും കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ രണ്ട് ലൊക്കേഷനിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിനെയാണ് നമ്മൾ ഐട്രേഷൻ എന്നാണ് ബേസിക്കലി പറയുന്നത്. ആക്ച്വലി നമുക്ക് ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. പ്ലാന്റ് A ഓപ്പൺ ആക്കുക, പ്ലാന്റ് B ഓപ്പൺ ആക്കുക, പ്ലാന്റ് Aയും Bയും ഓപ്പൺ ആക്കുക, ആൻഡ് രണ്ടും ഓപ്പൺ ആക്കാതിരിക്കുക. പക്ഷെങ്കിൽ ആ നാലാമത്തെ ഓപ്ഷൻ, അതായത് രണ്ടും ഓപ്പൺ ആക്കാതിരിക്കുക എന്നുള്ളത് നമുക്കിവിടെ ആപ്ലിക്കബിൾ അല്ല. കാരണം നമുക്ക് പ്ലാന്റ് പൂട്ടുന്നതിനെ പറ്റിയല്ല സംസാരിക്കുന്നത്, പ്ലാന്റ് ഓപ്പൺ ആക്കുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ. സോ അപ്പം ഇതിന്റെ ഒരു ഈസി വേ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ, രണ്ട് പ്ലാന്റ് ആണുള്ളത് അല്ലേ, ആൻഡ് രണ്ട് കസ്റ്റമർ ലൊക്കേഷൻ ആണുള്ളത്. അപ്പോൾ 2 × 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻസ് കിട്ടും. ഔട്ട് ഓഫ് വിച്ച് 3 ആർ ദ പ്രാക്ടിക്കൽ വൺസ് അല്ലെങ്കിൽ ആപ്ലിക്കബിൾ വൺസ്. അപ്പം അതിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഓപ്ഷൻ 1 നമ്മൾ നോക്കുകയാണ്. തെലങ്കാനയിലെ പ്ലാന്റ് നമുക്ക് ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മുടെ ഓപ്പൺഡ് കപ്പാസിറ്റി എത്രയാണ്? തെലങ്കാനയിലെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ പറഞ്ഞു
പ്ലാന്റ് 1 കപ്പാസിറ്റി 160. നമ്മളുടെ ടോട്ടൽ ഡിമാൻഡ് എത്രയാണ്? 160. അപ്പം അതായത് 160 ഡിമാൻഡ് അല്ലെങ്കിൽ 160 എന്ന് പറയുന്നത് നമ്മളുടെ കപ്പാസിറ്റി, ഓപ്പൺഡ് കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ പറയാണ് ഓക്കെ, നമ്മൾ തെലങ്കാനയിൽ പ്ലാന്റ് ഓപ്പൺ ചെയ്തു. 160 കപ്പാസിറ്റി ഷുഡ് ബി ലെസർ ദാൻ ഓർ ഈക്വൽ ടു 160 വിച്ച് ഈസ് അവർ ടോട്ടൽ ഡിമാൻഡ്. ഫീസിബിൾ ആണ് അല്ലെ? നമുക്ക് തെലങ്കാനയുടെ പ്ലാന്റ് മാത്രം ഓപ്പൺ ആക്കിയാലും നമുക്ക് രണ്ട് സ്ഥലത്തെയും ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ നോക്കുകയാണ് എത്ര? 1200 ആണെന്ന് മനസ്സിലായി. ആൻഡ് ഇനി അടുത്ത് നമ്മൾ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഡൽഹിയിലേക്ക് നമുക്ക് വേണ്ടുന്നത് 70 യൂണിറ്റ്സ് ആണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് 70 യൂണിറ്റ്സ് ആണ്. അതിന് കോസ്റ്റ് എത്രയാണ്? തെലങ്കാന ടു ഡൽഹി 5 ആണ്. അപ്പം 70 × 5 350 ആണ് നമുക്ക് ഡൽഹിയിലേക്കുള്ള ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൊച്ചിയിലേക്ക് വരികയാണ്. കൊച്ചിയിലെ ഡിമാൻഡ് എത്രയാണ്? 90 ആണ്. ആൻഡ് കൊച്ചിയിലേക്ക് അയക്കാനുള്ള കോസ്റ്റ് എത്രയാണ്? 7 റുപ്പീസ് ആണ് അല്ലേ? അപ്പം 90 × 7 എത്രയാണ്? നമുക്ക് കിട്ടും 630 ആണ്. അപ്പം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് എത്ര കിട്ടും? 980 കിട്ടും. ഓക്കെ, ഇത് നമ്മളുടെ വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് ഞാൻ പറയാൻ കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിമാൻഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മോഡ് ഓർ ഇൻവെന്ററി സ്റ്റോറേജ് റിക്വയർമെന്റ്സ് എക്സെട്ര. അപ്പം നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് 1200 ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് 980 ഉണ്ട് അല്ലേ? അപ്പം നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് 2180 കിട്ടും. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ എ നമ്മൾ ചെയ്തു. രണ്ടാമത്തേതാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയുടെ കപ്പാസിറ്റി എത്രയാണ്? പ്ലാൻ 2 പൂനെയുടെ കപ്പാസിറ്റി എത്രയാണ്? 100. നമുക്ക് പൂനെ മാത്രം ഓപ്പൺ ചെയ്താൽ നമുക്ക് ടോട്ടൽ ഡിമാൻഡ് എത്രയാണ്? 160 യൂണിറ്റ്സ്. അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം 100 എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 160 വിച്ച് ഈസ് നമ്മുടെ ഒരു കൺസ്ട്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കൺസ്ട്രെയിൻ നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മൾ കയറ്റി അയക്കുന്നത് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദ ടോട്ടൽ ഡിമാൻഡ് അല്ലേ? അപ്പം ആ കൺസ്ട്രെയിൻ ഇത് മീറ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? പൂനെയിലെ പ്ലാന്റ് മാത്രം ഓപ്പൺ ആക്കിയാൽ നമുക്ക് കസ്റ്റമർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? അത് ഇൻഫീസിബിൾ ആണ്, ഇൻഫീസിബിൾ സൊല്യൂഷൻ ആണ്. നമ്മൾ ആ ഓപ്ഷൻ ഡിസ്കാർഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോവുകയാണ്. 2 പ്ലാന്റ് ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മളുടെ കപ്പാസിറ്റി എത്രയാണ്? ഹൈദരാബാദിലെ 160, പൂനെയിലെ 100. സോ നമുക്ക് 260 ടോട്ടൽ കപ്പാസിറ്റി പെർ മന്ത് ഉണ്ട് നമ്മുടെ പ്ലാന്റിന്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എന്ത്? 160 വിച്ച് ഈസ് അവർ ടോട്ടൽ ഡിമാൻഡ് പെർ മന്ത്. ആൻഡ് ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് നോക്കുമ്പോൾ ഹൈദരാബാദിലെ 1200, ദെൻ പൂനെയിലെ 900. സോ നമുക്ക് കിട്ടും 2100 ആണ് നമ്മുടെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇഫ് വി ഓപ്പൺ ബോത്ത് ദ പ്ലാന്റ്സ്. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ വേരിയബിൾ കോസ്റ്റ് നോക്കുകയാണ്. നമ്മൾ പറയാണ് തെലങ്കാനയിൽ നിന്ന് ഡൽഹി, നമ്മൾ ആദ്യം നമ്മുടെ കസ്റ്റമർ ലൊക്കേഷൻസ് എടുക്കുകയാണ് അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെലങ്കാനയിൽ നിന്ന് ഡൽഹിക്ക് നമുക്ക് 5 റുപ്പീസ് പെർ യൂണിറ്റ്, അതേപോലെ തെലങ്കാനയിൽ നിന്ന് കൊച്ചിക്ക് നമുക്ക് 7 റുപ്പീസ് പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഇതിലേതാണ് കുറച്ചുകൂടി ലാഭം എന്ന് പറയുന്നത്? നമുക്ക് തെലങ്കാനയിൽ നിന്ന് ഡൽഹിക്ക് അയക്കുന്നതാണ് ലാഭം. അതേപോലെ നമ്മൾ നോക്കുകയാണ് പൂനെയിൽ നിന്ന് ഡൽഹിക്ക് 6 രൂപ, അതേപോലെ പൂനെയിൽ നിന്ന് കൊച്ചിക്ക് 4 രൂപ. ഇതിലേതാണ് ലാഭം? പൂനെയിൽ നിന്ന് കൊച്ചിക്ക് അയക്കുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മൾ പറയുകയാണ് 2 പ്ലാന്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് തെലങ്കാനയിൽ നിന്ന് ഡൽഹിക്കും പൂനെയിൽ നിന്ന് കൊച്ചിക്കും അയക്കാമെന്ന് നമ്മൾ പറയാം. ഓക്കെ, സോ അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി എടുക്കുകയാണ്. ഡൽഹി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? തെലങ്കാനയാണ് ലാഭം. കൊച്ചി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? പൂനെയാണ് ലാഭം. ആൻഡ് ദെൻ നമ്മൾ കപ്പാസിറ്റി നോക്കുകയാണ്. തെലങ്കാനയ്ക്ക് ഡൽഹിയുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ്. കാരണം തെലങ്കാനയുടെ കപ്പാസിറ്റി 160, വേറെ ഡൽഹിയുടെ ഡിമാൻഡ് എത്രയാണ്? 70. അപ്പം 160 കപ്പാസിറ്റി ഉള്ള തെലങ്കാന പ്ലാന്റിന് എന്താണെങ്കിലും ഡൽഹിയുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റും. സിമിലർലി നമ്മൾ നോക്കുകയാണ് പൂനെ പ്ലാന്റിന് കൊച്ചിയുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അതും പറ്റും. കാരണം പൂനെ പ്ലാന്റിന് 100 കപ്പാസിറ്റിയും അതേപോലെ ഡിമാൻഡ് എത്രയാണ്? കൊച്ചിയുടെ ഡിമാൻഡ് 90 ആണ്. അതും പറ്റും. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി കൺസ്ട്രെയിൻസും ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ നോക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ നമ്മളുടെ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ മനസ്സിലായി, അതുപോലെ തന്നെ നമ്മളുടെ ഫീസിബിലിറ്റി നോക്കി, കപ്പാസിറ്റി പറ്റുമോ, അല്ലെങ്കിൽ ഏത് പ്ലാന്റിൽ നിന്ന് എങ്ങോട്ട് വിട്ടാലാണ് കോസ്റ്റ് കുറവ്, അതേപോലെ കപ്പാസിറ്റി മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള നമ്മുടെ കൺസ്ട്രെയിൻസ് എല്ലാം നമ്മൾ നോക്കി. അടുത്ത് നമ്മൾ ഇനി വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഡൽഹി ടു തെലങ്കാന, ഡൽഹിയുടെ ഡിമാൻഡ് 70, അത് ഡൽഹിയിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് ഡൽഹിക്ക് അയക്കേണ്ട കോസ്റ്റ് 5, അപ്പം 70 × 5. അതേപോലെ തന്നെ പൂനെയിലെ 90,
പൂനെയിൽ നിന്ന് കൊച്ചിക്ക് അയക്കേണ്ട കോസ്റ്റ് 4. അപ്പോൾ 70 into 5 plus 90 into 4. 70 into 5 plus 90 into 4 എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ 710 കിട്ടുന്നത് നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പം ടോട്ടൽ സപ്ലൈ ചെയിൻ കോസ്റ്റ് എത്രയാണ്? 2100. അത് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് നമുക്ക് കിട്ടിയ വേരിയബിൾ കോസ്റ്റ് 710. സോ ടോട്ടൽ എത്ര കിട്ടി? 2810. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ എയിൽ കിട്ടിയത് എത്രയായിരുന്നു? 2180 ആയിരുന്നു അല്ലേ? ഇവിടെ കിട്ടിയ എത്രയാണ്? 2810 ആണ്. അപ്പം ഇതിൽ രണ്ടിൽ, കാരണം ഇതിൽ രണ്ടുമാണ് നമുക്ക് ഫീസിബിൾ ആയിട്ട് തോന്നിയത്, ഇത് നമ്മൾ ഡിസ്കാർഡ് ചെയ്തതാണ്. അപ്പം ഇത് രണ്ടിൽ ഏതാണ് ബെറ്റർ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഫീസിബിൾ സൊല്യൂഷൻ ആണ്. ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണോ അതാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. സോ അവർ ഫൈനൽ ഒപ്റ്റിമൽ ചോയ്സ് ഈസ് എന്താണ്? ഈ പ്രൈസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. തെലങ്കാന പ്ലാന്റ് എലോൺ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഒപ്റ്റിമൽ ആയിട്ടുള്ള കോസ്റ്റ് കിട്ടുന്നത് അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ നമുക്ക് ഫീസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തെലങ്കാനയിൽ പ്ലാന്റ് ഓപ്പൺ ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. മൂന്നാമത്തേതിന്റെ കോസ്റ്റ് നമുക്ക് കിട്ടി. സോ ദ ബെസ്റ്റ് ഡിസിഷൻ ഈസ് ഓപ്പൺ തെലങ്കാന പ്ലാന്റ് P1 only. സോ നമുക്ക് നമ്മളുടെ ചോദ്യം എന്തൊക്കെയായിരുന്നു? ഏത് പ്ലാന്റ് ഓപ്പൺ ചെയ്യണം ആൻഡ് എങ്ങനെ കസ്റ്റമർ ഡിമാൻഡ് മീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ആൻഡ് കോസ്റ്റ് ഷുഡ് ബി മിനിമൽ. നമുക്ക് മനസ്സിലായി. തെലങ്കാന പ്ലാന്റ് ഓപ്പൺ ചെയ്യണം ത്രൂ വിച്ച് നമുക്ക് രണ്ടിടത്തെയും ഡിമാൻഡ്, അതായത് നമ്മുടെ 17, 19 നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും in such a way that the total cost will be minimal. Okay, getting it? സോ ഇതാണ് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ ഇതിൽ കിട്ടി, അതേപോലെ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷന് കിട്ടി. സോ ഇനി നമ്മൾ വീണ്ടും ബാക്കിലോട്ട് പോവുകയാണ്. നമ്മുടെ ഈ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു IJ, ഇതിൻ്റെ അകത്ത് നമ്മുടെ I എന്തായിരുന്നു? ഡിമാൻഡ് പോയിന്റ്സ്. അതെന്താ? ഒന്ന് ഡൽഹി, മറ്റൊന്ന് കൊച്ചി. J എന്തായിരുന്നു? നമ്മുടെ പ്ലാൻ ലൊക്കേഷൻ. ഒന്ന് ഹൈദരാബാദ്, 2 പൂനെ. അതുപോലെ നമ്പർ ഓഫ് ഡിമാൻഡ് പോയിന്റ്സ് എത്രയാണ്? 2, കൊച്ചി ആൻഡ് ഡൽഹി. അതുപോലെ നമ്പർ ഓഫ് പ്ലാൻ ലൊക്കേഷൻ എത്രയാണ്? അതും 2. ഏതൊക്കെയാണ്? ഹൈദരാബാദ് ആൻഡ് പൂനെ. ആൻഡ് ദെൻ നമ്മുടെ ടോട്ടൽ ഡിമാൻഡ് നമ്മുടെ എത്രയായിരുന്നു പറഞ്ഞ്? 160. അതുപോലെ കപ്പാസിറ്റി നമ്മൾ എത്രയാണ് പറഞ്ഞത്? പ്ലാൻ ഒന്നിന് 100, മറ്റേതിന് 160. അതേപോലെ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഒരെണ്ണത്തിന് 1200, മറ്റേതിന് 900. ഓക്കെ. അതേപോലെ നമ്മൾ കോസ്റ്റ് ഓഫ് ഷിപ്പിംഗ് നമ്മൾ പറഞ്ഞു 5 rupees, 4 rupees, അങ്ങനെ നമ്മൾ ആ വാല്യൂസും പറഞ്ഞു. അടുത്ത നമ്മൾ പറയാണ് XIJ. നമ്മൾ അതിൽ എന്താണ് പറഞ്ഞത്? ക്വാണ്ടിറ്റി ഷിപ്പ് ഫ്രം ഹൈദരാബാദ് ടു ഡൽഹി. അതേപോലെ നമ്മൾ പറയാണ് ക്വാണ്ടിറ്റി ഷിപ്പ് ഫ്രം ഹൈദരാബാദ് ടു കൊച്ചി. ആൻഡ് ദെൻ നമ്മൾ പറയാണ് ക്വാണ്ടിറ്റി ഷിപ്പ് ഫ്രം പൂനെ ടു ഡൽഹി. ദെൻ ക്വാണ്ടിറ്റി ഷിപ്പ് ഫ്രം പൂനെ ടു കൊച്ചി. അതാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്നത് കോസ്റ്റ്. ഓക്കെ, അതായത് ഇത് യൂണിറ്റ് കോസ്റ്റ് ആണ്. ഇത് ഇൻറ്റു ക്വാണ്ടിറ്റി നമ്മുടെ ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ XIJ വാല്യൂ കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാണ് YJ, അതായത് ഇഫ് പ്ലാന്റ് ഈസ് ഓപ്പൺ. ആദ്യത്തെ കേസ് നമ്മൾ എന്താ പറഞ്ഞത്? ഹൈദരാബാദ് ഈക്വൽ ടു 1 ബിക്കോസ് ആ പ്ലാന്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. പൂനെ ഈക്വൽ ടു 0. രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? പൂനെ ഈക്വൽ ടു 1, ഹൈദരാബാദ് ഈക്വൽ ടു 0. മൂന്നാമത്തെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? രണ്ടും ഈക്വൽ ടു 1. ഓക്കെ. ആൻഡ് ദെൻ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ എന്താ ചെയ്തത്? നമ്മളുടെ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഇഫ് ദ പ്ലാന്റ് ഈസ് ഓപ്പൺ. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ വേരിയബിൾ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തു. വൈ ഓൾ ദ കൺസ്ട്രെയിൻറ്റ്സ് ആർ മെറ്റ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്തു. നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിലും മൂന്നാമത്തെ ഓപ്ഷനിലും നമ്മൾ എന്താണ്? ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ ഓപ്ഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓപ്ഷൻ ഡിസ്കാർഡ് ചെയ്തു. ആൻഡ് രണ്ടാമത്തെ എന്താണ്? പ്ലാൻ കപ്പാസിറ്റി. പ്ലാൻ കപ്പാസിറ്റി ഷുഡ് ബി ലെസർ ദാൻ ഓർ ഈക്വൽ ടു വാട്ട് എവർ വി ട്രാൻസ്പോർട്ടഡ്. യെസ്, അതും നമ്മൾ അച്ചീവ് ചെയ്തു. മൂന്നാമത്തെ എന്താണ്? നോൺ നെഗറ്റിവിറ്റി, അതായത് നമ്മൾ കയറ്റി അയക്കുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അതേപോലെ YJ എന്ന് പറയുന്നത് ബൈനറി ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കൺസ്ട്രെയിൻസും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്തുന്നത്. സോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ്, അതായത് കപ്പാസിറ്റേറ്റഡ് പ്ലാൻ ലൊക്കേഷൻ മോഡൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതോ ഞാനിത് പ്രസന്റേഷൻ നിങ്ങളെ കാണിച്ചാലും പക്ഷേ നിങ്ങളത് പെൻ ആൻഡ് പേപ്പറിൽ നിങ്ങളത് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്കൊരു ഹോംവർക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ടേംസിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇക്വേഷൻസ് എഴുതുക. I എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ എന്താണ്, J എന്താണ്, N എന്താണ്, DI എന്താണ്, FJ എന്താണ്, അങ്ങനെ ഓരോന്നും ഇൻ ടേംസ് ഓഫ് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ടേംസ് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. വിത്ത് ദാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ
നമുക്ക് ഇനിയും ഇതിന് മറ്റ് കൺസിഡറേഷൻസ് കൊണ്ടുവരാം അല്ലേ. ഇതിപ്പോൾ നമ്മൾ കപ്പാസിറ്റേറ്റഡ് പ്ലാന്റ് ലൊക്കേഷൻ ആണ്, അതായത് നമ്മൾ പറയാണ് പ്ലാന്റിന് ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന്. ഇത് വേണമെങ്കിൽ നമുക്ക് കപ്പാസിറ്റി ഇല്ലാത്ത ഓപ്ഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതായത് നമുക്ക് പറയാം കപ്പാസിറ്റി അൺലിമിറ്റഡ് ആണെന്ന് പറയാം, അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓരോ പ്ലാന്റിലേക്കും ഡിമാൻഡ് അസൈൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സപ്ലയേഴ്സിന്റെ സിനാരിയോയിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് സിനാരിയോയിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സ് ലോജിസ്റ്റിക്സ് നമ്മുടെ സിനാരിയോയിലേക്ക് കൊണ്ടുവരാം. അപ്പം അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നമ്മുടെ സിനാരിയോയിലോട്ട് എത്തിച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഫണ്ടമെന്റൽ, ദിസ് ഈസ് ദ ബേസിക് മോഡൽ ആൻഡ് ഇൻ വിച്ച് വി ക്യാൻ ഇൻക്ലൂഡ് ഓൾ അതർ കൺസ്ട്രെയിൻസ് ഓർ ഓൾ അതർ തിങ്സ്. അപ്പം നമുക്ക് എന്ത് പറ്റും, നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻവെന്ററി കോസ്റ്റ് എക്സ്ട്രാ എടുത്തെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സപ്ലയർ കോസ്റ്റ് പ്രൊക്യൂർമെന്റ് കോസ്റ്റ് എക്സ്ട്രാ എടുത്തെന്നിരിക്കട്ടെ. അപ്പം ഇതിന്റെ കൂടെ എന്തുകൂടെ വരും, ഒരു ടേം കൂടെ വരും, സേ PIJ അല്ലെങ്കിൽ സേ PI, എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ റോ മെറ്റീരിയൽ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഫോർ ഓൾ ദ പ്ലാന്റ്സ്, അതുകൂടെ വരാം. അപ്പം ബേസിക്കലി ഈ ഒരു മോഡലിൽ നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് പുതിയ പുതിയ ഫങ്ഷൻസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലായിക്കോട്ടെ, ഡിസിഷൻ വേരിയബിളിലായിക്കോട്ടെ, കൺസ്ട്രെയിൻസിലായിക്കോട്ടെ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ബേസിക്കലി when it comes to the industry നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ഇത്ര സിമ്പിൾ ആയിരിക്കില്ല. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് പ്രോബ്ലം. നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസിൽ നമുക്ക് n നമ്പർ ഓഫ് കൺസിഡറേഷൻസ് ഉണ്ടാവാം. താരിഫ്, ടാക്സസ് റിലേറ്റഡ് തിങ്സ് ഉണ്ടാവാം. ഈവൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ട്രാഫിക് ബ്ലോക്ക് നമുക്കൊരു കൺസ്ട്രെയിന്റ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ സോ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ മനസ്സിലായെന്ന് വിചാരിക്കും. ഇതാണ് ബേസിക് മോഡൽ. സോ ഈ ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ പില്ലറിലും നമ്മൾ എത്തുമ്പോൾ, ഇപ്പം നമ്മൾ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈൻ ആണ് സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ സപ്ലൈ ചെയിൻ പ്ലാനിങ്, ലോജിസ്റ്റിക്സ്, പ്രൊക്യൂർമെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, അതെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ വിത്ത് ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് നോട്ട്, പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അതേപോലെ നമുക്ക് ഒരു മീഡിയം ടൈപ്പ് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് എക്സൽ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ സിമ്പിൾ പ്രോബ്ലംസ് ആകുമ്പോൾ നമുക്ക് പെൻ ആൻഡ് പേപ്പറിലാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും. അതേപോലെ നമുക്ക് മറ്റ് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട് ഫോർ ദ റിയൽ ലൈഫ് ഇൻഡസ്ട്രി പ്രോബ്ലംസ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.